അസ്സലാമു അലൈക്കും. എൻ്റെ കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. രാവിലെ എണീറ്റ പാടെ ജാലകമൊക്കെ തുറന്നിടും. എന്നാൽ നമ്മുടെ കിച്ചണിലുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഫ്ലവേഴ്സൊക്കെ ഇല്ല, അതിനൊക്കെ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കും. കിച്ചൺ എപ്പോഴും നല്ല സ്മെല്ലുണ്ടാവാൻ കുറച്ച് കംഫേർട്ട് ഒരു ചെടിപ്പോട്ടിൽ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കല്ലുപ്പ് അതും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ചെടി അതിൽ വെച്ചാൽ നല്ല കിച്ചൺ എപ്പോഴും നല്ലൊരു ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലായി കിട്ടും. അതുപോലെ കിച്ചണിലുള്ള കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും നല്ലോണം നീറ്റായി തുടച്ച് വെക്കും. പിന്നെ അതുപോലെ നമ്മളെ പഞ്ചസാര പോട്ടിൽ പിന്നെ ചായപ്പൊടീൻ്റെ പോട്ടിൽ ഇതൊക്കെ നല്ലോണം തുടച്ച് വെക്കും. നിങ്ങളും ഇതുപോലെ എപ്പോഴും ഡെയിലി ചെയ്യുന്നതാണോ എങ്കിൽ കമൻറ്റ് അറിയിക്കണേ. കിച്ചൺ എപ്പോഴും ഇങ്ങനെ ക്ലീനായി നിന്നാൽ നമുക്ക് മനസ്സിന് എപ്പോഴും ഒരു സമാധാനവും സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്നൊരാൾക്കാർ വന്നാൽ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാണ് കിച്ചൺ. അത് നീറ്റായിരുന്നാൽ എപ്പോഴും നമുക്കൊരു മനസ്സിനൊരു സമാധാനമല്ലേ. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലുള്ള തക്കാളി അത് പെട്ടെന്ന് കെട്ടുപോവില്ലേ, അതിന് കെടാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അതുപോലെ നമ്മളെ ജാറ് നമ്മളിപ്പോൾ ജ്യൂസ് അടിച്ചു അതുപോലെ ഓരോന്ന് പൊടിച്ചൊക്കെ വെക്കില്ലേ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ക്ലീനായി ഇങ്ങനെ കച്ചറ കെട്ടി നിൽക്കില്ല, അതൊക്കെ പെട്ടെന്ന് ക്ലീനാക്കും. അതുപോലെ സ്റ്റാൻഡൊക്കെ എപ്പോഴും നല്ലോണം എന്ത് ചെയ്യും, ലിക്വിഡോ എന്തെങ്കിലും ഇട്ടിട്ട് നല്ലോണം സ്റ്റാൻഡൊക്കെ തുടച്ച് നീറ്റാക്കി വെക്കും. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളും ചെയ്യാറ്? ഡെയിലി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ എപ്പോഴും നീറ്റും വൃത്തിയായി തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചായ കോഫി ഇതൊക്കെ കുടിച്ച കപ്പുകൾ എല്ലാം നല്ലോണം കഴുകി വെക്കും. അന്നന്ന് എടുക്കുന്ന പാത്രങ്ങൾ അന്നന്ന് തന്നെ കഴുകി വെച്ചാൽ നമ്മളെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായി നിൽക്കും. അല്ലാതെ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കൂട്ടി വെച്ചാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ തന്നെ ഒരു മൂഡുണ്ടാവില്ല. അപ്പം നമ്മളെപ്പോഴും അന്നന്ന് എടുക്കുന്ന പാത്രങ്ങൾ അന്നന്ന് തന്നെ ക്ലീനാക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നാലേ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ലൊരു ബാഡ് സ്മെല്ലില്ലാണ്ട് നല്ല സുഗന്ധവും നല്ല മനസ്സിനൊരു സമാധാനവും ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റാൻഡൊക്കെ നല്ലോണം തുടച്ച് എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ ഒരു അടുക്കള എപ്പോഴും ഇങ്ങനെ തന്നെ കാണാനാണ് നമുക്ക് പാചകം ചെയ്യാനും എപ്പോഴും ഒരു മനസ്സിനൊരു സമാധാനം. അതുപോലെ അടിച്ചു വാരുക. കൂടുതൽ കാട്ടാവുന്നതിന് മുമ്പ് ആവുന്നതിനനുസരിച്ച് വേഗം 2 or 3 പ്രാവശ്യം വെച്ചാൽ കിച്ചൺ വേഗം എന്ത് ചെയ്യുക, അടിച്ച് ക്ലീനാക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അധികം കാട്ടം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുട്ടികൾ ഓരോന്നൊക്കെ വലിച്ചിടില്ലേ. പിന്നെ അടിച്ചു വാരിയതിന് ശേഷം ഒന്ന് മോപ്പിട്ട് വലിച്ചാൽ എപ്പോഴും കിച്ചൺ നല്ലോണം ക്ലീനായി തന്നെ നിൽക്കും. അതുപോലെ കിച്ചണിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഗ്യാസ് നമ്മൾ പാചകം ചെയ്ത് അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അതങ്ങനെ തന്നെ കെട്ടിക്കിടക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസും പാത്രങ്ങളൊക്കെ നശിച്ചു പോകും. ശരിക്കും പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിരിക്കാൻ ഇങ്ങനെ തന്നെ ചെയ്യലാണ് നല്ലത്. അതുപോലെ നമ്മളുടെ വീട്ടിലൊക്കെ മെഡിസിൻസിൻ്റെ ഇതില്ലേ പീസ്, അത് വെച്ച് ഇങ്ങനെ ഗ്യാസിലെ അഴുക്കുകൾ പോവാത്ത അഴുക്കുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ ആക്കിയാൽ ഗ്യാസിന് കലയും ഒന്നും വരില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഗ്യാസും പെട്ടെന്ന് വൃത്തിയായി കിട്ടും. ഇപ്പം നോക്കിയാൽ ഗ്യാസ് നല്ല നിറമില്ലേ. ഇതിങ്ങനെ എപ്പോഴും വൃത്തിയായി നിന്നാൽ നമുക്ക് പാചകം ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് മൂഡായിരിക്കും. ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ കിച്ചണിൽ ചെയ്യാറ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്